കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട പുതിയൊരു വിവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചില ആളുകൾ ഇലക്ഷന് തൊട്ടു മുമ്പായി വി.ഡി. സതീശൻ അദാനിയുമായി നടന്ന കൂടിക്കാഴ്ചയോടൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന് അതുമായി വല്ല ബന്ധങ്ങളും ഉണ്ടോ? നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചില സംശയങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ പുതിയ സെക്രട്ടറിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വലിയ ചർച്ചകളാണ്. ഈ സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷന്റെ ചീഫാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വി.ഡി. സതീശൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. മറുവശത്ത് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന പേരിൽ വലിയ ക്യാമ്പയിൻ നടത്തി ഇലക്ഷൻ കമ്മീഷനിൽ സുതാര്യമാക്കണം എന്ന വിഷയത്തെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചീഫായിരുന്ന ഒരാള് വി.ഡി. സതീശന്റെ ഈ സെക്രട്ടറി ആകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും വി.ഡി. സതീശന് ഇത് വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ നിയമിക്കാനോ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിയമിക്കാനുമുള്ള സാഹചര്യം ഉണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വേറെ ചില കാര്യങ്ങളും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുന്നത്, ഈ എലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ വി.ഡി. സതീശൻ 100-ലധികം സീറ്റ് കേരളത്തിൽ UDF ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എക്സിറ്റ് പോളുകളൊക്കെ ഒരു ചെറിയ രീതിയിൽ UDF മുൻതൂക്കം ഉണ്ടെങ്കിലും 100 സീറ്റ് എന്ന് പറഞ്ഞത് വളരെ തുലം ചില ആളുകൾ മാത്രമേ അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളെല്ലാം വന്നത് അങ്ങനെ ആയിരുന്നില്ല. മാത്രമല്ല വലിയൊരു കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് പഠിക്കുമ്പോഴും അത്ര വലിയ വികാരങ്ങൾ ഇല്ല എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ആ സമയത്തും വി.ഡി. സതീശൻ 100-ലധികം സീറ്റ് ഉണ്ട് എന്ന് പറയുന്നു. പ്രഗത്ഭരായ മന്ത്രിമാർ പരാജയപ്പെടുന്നു എന്ന് പറയുന്നു. സീറ്റ് എന്നത് മാത്രമല്ല, പ്രഗത്ഭരായ ചില മന്ത്രിമാർ പരാജയപ്പെടും എന്നൊക്കെ പറയുമ്പോൾ പ്രവചനങ്ങളല്ല. കാരണം വി.ഡി. സതീശൻ അങ്ങനെ ഒരു പ്രവചിക്കുന്ന ഒരു ആളല്ലല്ലോ. അതേ ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷെ അതൊരു പ്രവചനം പോലുള്ള ചില പ്രസ്താവനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ സംശയത്തിന്റെ സാധ്യതകൾ അവിടെ ഉണ്ടായോ എന്നതാണ്. കാരണം ഒരു ഭാഗത്ത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ചില നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. സത്യമാണോ അല്ലേ എന്നത് മറ്റൊരു വിഷയം, അത് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെയുള്ള കോടതികളും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് അത് കണ്ടെത്തേണ്ടത്. അതിനിവിടെ രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർക്ക് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി സത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ പോലും സംശയം ഉണ്ടായി എന്നുള്ളതിൽ തർക്കമൊന്നുമില്ലല്ലോ സമൂഹത്തിനിടയിൽ വലിയ രൂപത്തിൽ. കാരണം ഈ വോട്ട് ചോരി ഒക്കെയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന പല കാര്യങ്ങളിലും ഇല്ലാത്ത വോട്ടുകൾ, ഒരേ പേരിൽ ധാരാളം വോട്ടർമാർ, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. രത്തന്യു കേൾക്കർ എന്ന് പറയുന്ന ഈ ഒരു ചീഫ് ഇലക്ടറൽ കമ്മീഷൻ അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ വലിയ ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിയമനമായിട്ട് ഇതിനെ. അതാണ് അതിന്റെ ഒരു വിചിത്രമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ കമ്മീഷൻ BJP സർക്കാരിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രചരണം മൊത്തം അതാണ്. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ നിയമങ്ങൾ കൊണ്ടുവരുന്നു. ഇത്തരം കൃത്രിമങ്ങൾ നടത്തിയാൽ പോലും അവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റാത്ത, അവരെ ശിക്ഷിക്കാൻ കഴിയാത്ത നിയമങ്ങൾ കൊണ്ടുവരുന്നു. അതിനനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതാണല്ലോ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവല്ലേ, അവരാണിത് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ പറയുന്ന ഒരു ഘട്ടത്തിലും ആ തലങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു നിയമനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ സംശയം ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ഇതിന് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും ചേർത്ത് വെക്കുന്ന സാഹചര്യങ്ങൾ ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. കാരണം അദാനിയുമായുള്ള കൂടിക്കാഴ്ചകൾ, അദാനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇവിടെയുള്ള വ്യവസായിയാണ്, കൂടെ ഒരു BJPയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള വ്യവസായിയാണ്. ആ ഒരു വ്യക്തിയുമായി എന്ത് പ്രസക്തിയാണ് വി.ഡി. സതീശന്റെ കൂടിക്കാഴ്ചക്ക്? അത് വലിയ ചർച്ചയിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് പിന്നെ ഇലക്ഷന്റെ ചൂടിലേക്ക് ആളുകൾ മാറുകയും മാധ്യമങ്ങൾ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ ചർച്ച പോകും. കാരണം അവിടെ മുഖ്യമന്ത്രിയായി നിങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണോ ആ ചർച്ച എന്നത് ഒരു സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമനം കൂടെ വരുമ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ
സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. എന്തായിരുന്നാലും ഈ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ അത് ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം മറ്റൊരു രീതിയിലേക്ക് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രതിപക്ഷം, അതായത് കേന്ദ്രത്തിലുള്ള പ്രതിപക്ഷം, ഈ പ്രതിപക്ഷത്തിനെയോ കൊണ്ടുപോകുന്ന ഏതൊരു നീക്കവും അല്ലെങ്കിൽ ആ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്കെതിരായ ഏതൊരു നീക്കവും സമൂഹം ആഗ്രഹിക്കുന്നില്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് ഇത്ര വലിയ സ്വാധീനം ലഭിക്കാനുള്ള കാരണം കൂടെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നീക്കുപോക്ക്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വലിയ ഒരു പരിഗണന, അത് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. മാത്രമല്ല ഈ കേരളത്തിലെ ഈ സമയത്തുണ്ടായ വലിയ വിജയത്തിന്റെ ഒരു പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെ പടയോട്ടം ഈ ഇത്തരത്തിലുള്ള ജനാധിപത്യത്തിന്റെ ആണിക്കല്ലിന് ഇളക്കം സംഭവിക്കുന്നോ എന്ന് ജനങ്ങൾ ആശങ്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ആ ജനാധിപത്യത്തിനെ ആണി ഉറപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്ന് ന്യൂനപക്ഷങ്ങൾക്കിടയിലും ജനാധിപത്യ വിശ്വാസികളിൽ പൊതുവായിട്ടും ഒരു ധാരണ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അത് ഈ കേരളത്തിലെ ഇലക്ഷനെ പോലും ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഈ മുഖ്യമന്ത്രി പോസ്റ്റിലേക്ക് വരുന്ന സമയത്തും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായി. നമ്മുടെ കോൺഗ്രസിൽ തന്നെ പരസ്പരം ഒരുപാട് വിദ്വേഷങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടന്നു. ആ സമയത്തും മുന്നേ പറഞ്ഞിരുന്ന വി.ഡി. സതീശൻ ഇതൊരു ടീം വർക്കാണ്, ഒരിക്കലും സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അല്ല എന്ന് പറഞ്ഞ് ആ സ്ഥാനത്തേക്ക് സീനിയോറിറ്റി പരിഗണിച്ച് വലിയ ആളുകൾ വരികയാണെങ്കിൽ പരിഗണിക്കപ്പെടും എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലാതെ മറ്റൊരിടത്തേക്ക് ഞാൻ ഇല്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ പ്രവചനങ്ങൾ ഒരു വിചിത്രമായ രീതിയിൽ അത് ശരിയാകുന്ന സാഹചര്യങ്ങൾ. എന്തായാലും നമുക്ക് പറയാനുള്ളത് പൂക്കി എന്ന വിഷയത്തിലപ്പുറം അതൊക്കെ ഒരു തമാശയായിട്ട് പോകും. ജനങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം അത് സംരക്ഷിക്കാൻ ഈ കോൺഗ്രസ് ഗവൺമെന്റ് രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കണം, രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾക്ക് സപ്പോർട്ട് നൽകണം. അതിന് വിരുദ്ധമായി മറ്റെന്തെങ്കിലും ചില നീക്കുപോക്കുകൾ നടത്തുന്നതിന് കേരളത്തിലെ ഈ വോട്ട് ചെയ്ത ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു രീതിയിലേക്ക് UDF സർക്കാർ പോകരുത് എന്നാണ് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കും.